ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്ന നമ്മുടെ iQ13 പുതിയ മോഡലില്ലേ, ഗ്രീൻ കളർ അറിയുന്നതായിരിക്കും. പുതിയൊരു ഗ്രീൻ കളർ ആക്ച്വലി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനും പരിചയപ്പെടാനൊക്കെ പോകുന്നത്. നിങ്ങൾക്കൊരു 50,000 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു അടുത്തൊരു ഫോണാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ X200 FE നിങ്ങൾ പരിചയപ്പെടുത്തി നമ്മൾ അൺബോക്സിങ് ആളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ OnePlus 13s പരിചയപ്പെടുത്തി അതിൻ്റെ അൺബോക്സിങ് ആളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ടറിൽ തന്നെ വരുന്ന മറ്റു രണ്ടെണ്ണം കോമ്പാക്ട് ഫോണാണെങ്കിൽ ഇത് നമുക്കൊരു വലിയ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 8 വെച്ച് വരുന്ന ഒരു iQ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും. വിവോയുടെ സബ് ബ്രാൻഡാണ്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ഗെയിമിംഗ് സെക്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു ബ്രാൻഡിനാണ് വേണമെങ്കിൽ പറയാം. നമ്മുടെ iQനെ പറയുമ്പോൾ വിവോയുടെ സബ് ബ്രാൻഡൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഞാനവിടെ എന്താ പറയുക, AC ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഇവിടേക്ക് വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞിരുന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ iQൻ്റെ ഗ്രീൻ കളർ മോഡലാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല സ്നാപ്ഡ്രാഗൺ ഏരിയയിലെ പ്രോസസ്സറും 12GB 256GB മോഡലാണ് നമ്മൾ വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൽ ഔട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ OnePlus 13s ഒക്കെ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ മെസ്സേജ് ഇതുപോലെ വരുന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്കിംഗ് ആണൊക്കെ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ അത്ര അധികം ഡിമാൻഡിങ് ആണൊക്കെ എനിക്ക് ഡെയിലി വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്നു നോക്കാൻ അധികം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്ന Xiaomi 15 എല്ലാത്തിനും ഇപ്പോഴും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് OnePlus Note 5 ഒക്കെ നിങ്ങൾ അറിയും. ഇട്ട അടുത്ത ദിവസം തന്നെ സാധനം സെൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സാധനം, അതും അൺയൂസ്ഡ് സാധനം നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടിൽ, ഭയങ്കര ഹെവി ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കരുതില്ല. നമ്മളിത് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, റിവ്യൂ യൂണിറ്റോ സംഭവമോ ഒന്നല്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വലിയ കാര്യമായിട്ട് കിട്ടണമെന്നില്ല. നമ്മളൊരു പാഷൻ്റെ പുറത്തും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഫിനാൻസ് എന്താ വെച്ചാൽ എൻ്റെ ഫിനാൻസുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സെക്ടർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ IT സെക്ടറിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക ഫിനാൻസിലേക്ക് മാറിയതാണ്. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അതുകൊണ്ടൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഇപ്പോഴും ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഹെവി ഡിസ്കൗണ്ടുകൾ അതും നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അതും ഞാൻ എക്സ്ട്രാ വാറണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെവി ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കരുതിട്ടാ. ഞാൻ നോർമലി പറയാറുണ്ട്, നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ നമ്മുടെ OnePlusന് Nord 5 വിറ്റത് 27 രൂപയ്ക്കാണ്. സാധനം നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൻ്റെ ബൈയിങ് പ്രൈസ് വരുന്നത് 32,000 രൂപയ്ക്കാണ്. അപ്പോൾ അത്രയ്ക്ക് ചെറുതായിട്ടുള്ളൊരു എന്നാലും നിങ്ങൾക്ക് ലാഭമല്ലേ, നിങ്ങൾക്ക് യൂസ് ചെയ്യാത്തൊരു സാധനം കിട്ടും, എക്സ്ട്രാ വാറണ്ടിയും കിട്ടും. 3,000-4,000 മിനിമം, ചിലപ്പോൾ ഒരു 2,000 രൂപയെങ്കിലും പോട്ടെ, 2,000 രൂപയെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടില്ലേ വെറുതെ ചുമ്മാ. അതും ഫ്രഷ് സാധനം കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി കാര്യങ്ങൾ ചിലവന്മാർ വെറുതെ നേരം കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പകുതി എന്താ വെച്ചാൽ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒന്നുണ്ട്, ഞാനൊരു G-Shock വാച്ചിട്ടുണ്ടായിരുന്നു. അത് 13,000 രൂപയുടെ വാച്ചാണ്. അത് എനിക്ക് തോന്നുന്നത് അത് ഫേക്ക് അക്കൗണ്ടൊക്കെയാണ്. അതിനൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് 3,000 രൂപ അയച്ചിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത് ഫേക്ക് അക്കൗണ്ടാണ്. അപ്പോൾ കുറേ ഉണ്ടല്ലോ വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കുറേ അത് ഞാൻ കണക്കാക്കുന്നില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇറങ്ങിയൊരു മോഡലല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല എന്ന് തോന്നിട്ട്. അത് കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള അഡാപ്റ്ററൊക്കെ മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്കറിയായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നല്ലോണം നമുക്ക് നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ തരുന്ന അത്യാവശ്യം നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ നമുക്ക് Q2 എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ പ്രോസസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട്. അതൊരു പ്രോസസ് ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഗെയിമിങ്ങിനും ക്യാമറയ്ക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അത് കിടലൻ സാധനമാണ്. അതുപോലെ തന്നെ TUV റെയിൻഫീൽഡ് സർട്ടിഫൈഡ് ആണ് നമ്മുടെ ഡിസ്പ്ലേ. ഫുൾ കെയർ ഡിസ്പ്ലേ ആണ്, സിൽവർ പോളറൈസേഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ MRP 61,999 ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബൈയിങ് പ്രൈസ് വരുന്നത് 55,000 രൂപയാണ്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആകെ HDFC ആണെങ്കിൽ EMI ആണെങ്കിൽ മാത്രം ഒരു 2,000 രൂപയോ 2,500 രൂപയാണുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ പക്ഷേ നല്ല ഒരു ഞാൻ അതിൻ്റെ നിങ്ങൾ എന്തായാലും അൺബോക്സിങ് കാണലൊക്കെ കാണും. അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യലായിട്ടൊരു സംഭവം സെറ്റപ്പും കാണലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതിന് ശേഷം നമ്മളൊരു 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ആണ്. ക്യാമറ എന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ 50 ആണ് മെയിൻ സംഭവങ്ങളാണ്. സ്നാപ്ഡ്രാഗൺ 8 ആണ്, DDR5 RAM ആണ്. കിടിലൻ എല്ലാ സാധനവും ടോപ്പ് നോച്ചാണ്. നമ്മുടെ 70,000-80,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ സ്പെക്സും കാര്യങ്ങളൊക്കെയാണ് സാധനത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് പോകും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പ്രൊടിക്കാത്തവർ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ഉണ്ടാകും.
നമ്മുടെ iQ13 ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ബോക്സുകളിലൊക്കെ മുമ്പ് അറിയായിരിക്കും. പക്ഷേ ഇത് അവരെ പുതിയതായിട്ട് റീസെന്റ് ഇറക്കിയ നമ്മുടെ എന്താ പറയുക ഗ്രീൻ കളർ മോഡലാണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൂടെ കാണുന്നതായിരിക്കും. 12 GB 126 GB വേരിയൻ്റാണ്. സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ വരുന്ന നമുക്ക് വേൾഡ്സ് ഫസ്റ്റ് Q10 2K 144 Hz അൾട്രാ IK ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് അറിയാം ഈ സാധനത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ബോക്സാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ സീലൊന്ന് ഇത് നമ്മൾ ജസ്റ്റ് വന്നുള്ളൂ. ഇപ്പോൾ ആമസോൺ ഭയങ്കര ലേറ്റായിട്ട് ഡെലിവറി ചെയ്യണം. നോർമലി എനിക്ക് ഉച്ചയ്ക്ക് മുമ്പേ സാധനങ്ങളൊക്കെ ഡെലിവർ ആവാറുണ്ട്. പക്ഷേ ഇപ്പം മോസ്റ്റ്ലി എല്ലാം കിട്ടുന്നതും ഈവനിങ്ങും. ഇപ്പം എനിക്ക് മറ്റേ X2 FE കിട്ടിയത് 7 മണി 8 മണിക്കാണ് നേരത്തേക്കാണ്. ഇതും ഇപ്പോൾ കിട്ടിയത് 6:30 6:45 ആകുമ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ ഭയങ്കര ലേറ്റ് ഡെലിവറിയാണ് ഇപ്പോൾ ആമസോൺ. എന്താ പറ്റിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ സീല് പൊട്ടിക്കാം. ഇത് പുതിയ മോഡലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആദ്യത്തെ ഇനീഷ്യൽ മോഡലിലൊക്കെ നമുക്ക് ആ സ്ക്രീനിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക ഗ്ലാസ് കയറണ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഇവരുടെ ഇടയിൽ. പക്ഷേ ഇനി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണം നമ്മുടെ ഗ്രീൻ കളർ എഡീഷനാണ്. അപ്പോൾ ഇതിൽ ആ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീലൊന്നും പൊട്ടിക്കാം. അപ്പോൾ ഇതും ഞാൻ ആക്ച്വലി നമ്മളൊരു കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് സെൽ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റേ ട്യൂൺ ചെയ്യാറിരിക്കേണ്ട നമ്മൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരായിടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ഒരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ OnePlus 13s കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യട്ടോ ഒന്ന്. അത്യാവശ്യം നല്ല ഹെഫ്റ്റ് ഉള്ള ഈ സൈഡിൽ കട്ട് ചെയ്ത് ഒന്നുമില്ലല്ലോ. ഒരു സൈഡിൽ തന്നെ സീലുള്ളൂ കേട്ടോ. 2 സൈഡിലും സീലില്ല. ഒരട്ടം കിട്ടും. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സീൽ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നത്. വെച്ചാൽ ഇപ്പോൾ സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെ ഒക്കെ സീൽ ഉണ്ടല്ലോ, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. ഇഷ്ടം പോലെ റീഫർബിഷ്ഡ് സാധനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ മുകളിൽ മാറ്റിയേക്കാം. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് ഫോണാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ കളറാണ്. എന്താ പറയുക, ഇതാണ് ഗ്രീൻ കളർ കേട്ടോ. കണ്ടു, ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ മാറ്റി വയ്ക്കാം. ഇതും എൻ്റെ ആക്ച്വലി നമ്മുടെ ഈ 13s ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. ഇത് വശത്ത് കുറച്ച് ഡാർക്ക് ഗ്രീനാണ്. ഇത് എനിക്ക് തോന്നാൻ കുറച്ച് ലൈറ്റ് ആണെന്നുണ്ട്. അതിന് IMEI നമ്പറും കാണലൊക്കെ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിൽ TPU നോർമൽ നമ്മുടെ ഈ എന്താ പറയുക ട്രാൻസ്പാരൻറ്റ് കേസില്ലേ, ഇതെനിക്ക് തോന്നുന്നത് യെല്ലോ ആവാത്ത കേസാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ടിൻറ്റഡ് കാണാണ്ട് ഇതുമേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ നമ്മുടെ IQ എന്താ പറയുക നിങ്ങൾക്കറിയായിരിക്കും BMW ഇതായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് ഇവിടെ തന്നെ നമുക്ക് സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബുക്ക്ലെറ്റ്സ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ തന്നെ ഇത് ആക്ച്വലി ഇത് ചാർജർ നല്ല സാധനം കേട്ടോ. എന്താ വെച്ചാൽ PD ചാർജിങ് സപ്പോർട്ട് വരുന്നതാണ്. Type-C to Type-C ആണ് കേട്ടോ. ഇവർ ആക്ച്വലി വിവോയിലും ഒക്കെ നമുക്ക് ഇതുപോലെ ആക്കേണ്ടതാണ്. എന്താണ് ആക്കാത്ത OnePlusഉം ഒക്കെ എന്ന് വെച്ചാൽ IQ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വിവോൻ്റെ സബ് ബ്രാൻഡാണ് IQ. അവരുടെ ഒരു ഗെയിമിംഗ് സെൻട്രിക് ഒരു ബ്രാൻഡാണ് IQ. അപ്പോൾ അത് അവർക്ക് ഇത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാൻഡായിട്ടുള്ള വിവോനൊക്കെ എന്താ ഇവർ മാറ്റാത്തതെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഒരു Type-C to Type-C കേബിൾ കിട്ടുന്നുണ്ട്. ഇത് നല്ല കേബിളാട്ടോ. നമുക്ക് എന്താ പറയുക ഇതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ എന്താ പറയുക വോൾട്ടേജ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. 5 watt 2 ampere ഉണ്ട്, 9 watt 2 ampere ഉണ്ട്, 11 watt 6 ampere ഉണ്ട്, 20 watt 6 ampere ഉണ്ട് കേട്ടോ. മെയ്ഡ് ഇൻ ചൈന. ഇത് ചൈനീസ് മെയ്ഡ് ഇൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് IMEI നമ്പർ ഇരിക്കട്ടെ. നമുക്ക് ഫോണാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഫോൺ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്യുന്നില്ല ഞാൻ. അങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. പോരട്ടെ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. 6000 mAh ബാറ്ററി ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഫോണുകൾക്കൊന്നും വെയിറ്റ് ഇല്ലല്ലോ. ഈ സിലിക്കോൺ കാർബൺ ടെക്നോളജി വന്നതിന് ശേഷം നല്ല കിടിലൻ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചു. ഈ ബോക്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെ കേട്ടോ. വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതാണ് ഗ്രീൻ കളർ വരുന്നത്. നിങ്ങൾക്ക് ഇതൊരു ലൈറ്റ് ഗ്രീൻ എന്നാണ് പറയാമല്ലോ കേട്ടോ. നമ്മുടെ ഞാൻ ഇതിൻ്റെ ഈ OnePlusൻ്റെ ഗ്രീൻ കാണിച്ചു തരാം. OnePlusൻ്റെ ഗ്രീൻ ഇതിനായിട്ടൊക്കെ നല്ല എന്താ പറയുക ഡാർക്കാണ് എന്ന് പറയുമ്പോൾ OnePlusൻ്റെ ഗ്രീനാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ്. ഇത് കുറച്ച് ലൈറ്റ് ഗ്രീനാണ്. ഈ ഒരു മിൻറ്റ് കളർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. പിന്നെ അത് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആദ്യം തന്നെ ഇനീഷ്യലി ഇതിൻ്റെ നമ്മുടെ കളർ വ്യത്യാസം കണ്ടു. അതാണ് OnePlusൻ്റെ ഗ്രീൻ കേട്ടോ. അപ്പോൾ ഇതും ഓൾറെഡി ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല, ഇത് പിയാനോ ഫിനിഷ് പോലത്തെയാണ്. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്ക്രീൻ വരുന്നത്. ഇതിന് ഇൻബിൽഡായിട്ട് തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. അതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ഈ ചൈനീസ് ബ്രാൻഡുകളുടെ ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇനീഷ്യലി ബൂട്ട് ചെയ്യാം. ബൂട്ടാവട്ടെ. ചാർജ് ഉണ്ട്.
സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടോ. അത് ലൈറ്റ് കത്തുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് അറിയാം മൈക്ക് 13 അവരൊരു ഇത് ചെറുതായിട്ട് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എന്താ പറയുക ഈ സ്റ്റുഡിയോ ലൈറ്റ് കാരണം എനിക്ക് തോന്നുന്നത് അത് കറക്റ്റ് ക്ലിയർ ആവുന്നില്ല എന്നുണ്ട്. ഒരു ഗ്രീൻ ലൈറ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിത് അനദർ ഡിവൈസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഞാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനീഷ്യലി ഓൾറെഡി നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ OnePlusലത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഫോൺ റീബൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരും. സുഖമാണ് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് ഒരു എല്ലാം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഈ സൗണ്ട് നോട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ അത് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. നമ്മുടെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെറ്റിങ്സിലേക്ക് പോകും. സർവീസ് റെക്കമെൻഡേഷൻ ആയിട്ട് സാധനം വരുന്നുണ്ട്. TWS സർവീസ്, ലോക്ക് സ്ക്രീൻ പോസ്റ്റർ, സ്മാർട്ട് അപ്ഗ്രേഡ് ഓഫർ, അതൊക്കെ നമുക്ക് കൊടുക്കണം പറയുന്നുണ്ട്. അപ്പോൾ IQ അക്കൗണ്ടിൽ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ എൻ്റെ IQ അക്കൗണ്ട് ഇല്ല. അത് പറയുമ്പോഴാണ് ഓർത്തത് ഇത് എൻ്റെ ആദ്യത്തെ IQ ഫോണാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി 3 ബട്ടൺ നാവിഗേഷനിലാണ് മോഡൽ വെക്കാറ്. അപ്പോൾ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യാം. ഫൺ ടച്ച് ചോയ്സ് തന്നെയാണ് നമ്മുടെ എന്താ പറയുക വിവോയിൽ വരുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ നമുക്ക് ബ്ലോട്ട് വൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി നോക്കാം. ഇനീഷ്യലി തന്നെ ഫസ്റ്റ് തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രീമിയം ലേറ്റർ കൊടുക്കാം. വിവോൻ്റെ ആപ്പ് സ്റ്റോർ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ ഓഫ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇവരുടെ ഈ ആപ്പുകളൊക്കെയാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയുക ഒരു യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് കൊളാക്കുന്നത്. സെയിം ആണ് കേട്ടോ. നമ്മുടെ വിവോ X200 പ്രോയിലും X200 Fലൊക്കെ പറഞ്ഞാൽ അതേ സെയിം ഇൻ്റർഫേസ് തന്നെയാണ്. പക്ഷേ മറ്റേ കുറേ വൃത്തികെട്ട ആപ്പുകൾ ഈ എന്താ പറയുക ഗെറ്റ് ആപ്സ് അങ്ങനത്തെ സാധനം ഇതിൽ കാണാനില്ല കേട്ടോ. അത് നല്ല കാര്യം. അതില്ല കേട്ടോ. ആകെ ഞാൻ വിവോ ആപ്പ് സ്റ്റോർ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോർ പോലെ സാധനമാണ്. പിന്നെ ഞാൻ കുറേ നമ്മുടെ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പഴയ ഫോണിൽ നിന്ന് റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറേ ആപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഒന്നും വേണ്ട. ആവശ്യമില്ലാത്ത സ്നാപ്ചാറ്റ് അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലോട്ട് വരുന്ന പറയാൻ പറ്റില്ല ഇതിന്. അതല്ലാണ്ട് വേറെ വലിയ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യണമല്ലോ. ഞാൻ എൻ്റെ പഴയ സാധനത്തിലത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ വാലറ്റൊന്നും വേണ്ട, വേസ്റ്റ് സാധനം. അപ്പോൾ അത് കൊള്ളാം. പിന്നെ നമുക്ക് ആയി തന്നെ എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേയുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിൻ്റെ ഓവറോൾ ഒരു സ്പെക്സിൻ്റെ ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അത് പുതിയ മോഡലാണ് കേട്ടോ. അതായത് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റാണ്. പുതിയതായിട്ട് പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറുമായിരുന്നു ഇറക്കിയതാണ്. അതിൻ്റെ അതേ സെയിം സ്പെക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പുതിയ സാധനമാണ്. അതായത് പുതിയ മോഡലാണ്. പുതിയ കളറിൽ അവർ ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയാം. ഇതിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് 5G ബാൻഡും എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 mm ആണ് ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 213 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ തീരെ ഫീൽ ചെയ്യില്ല. 200ൻ്റെ ഒരു 150 ഗ്രാമിൻ്റെ വെയിറ്റൊക്കെ നമുക്ക് സാധനം പിടിക്കുമ്പോൾ തോന്നുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 സൈഡും ഫ്രണ്ട് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. പിന്നെ 2 നാനോ സിം സപ്പോർട്ട് വരുന്നുണ്ട്. IP68, 69 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ RGB LED ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് മോൺസ്റ്റർ ലൈറ്റ് അങ്ങനെ എന്തോ ഒരു പറയാൻ അതിനെ. പിന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറയണമെങ്കിൽ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz സപ്പോർട്ടറാണ്. HDR+10+ സപ്പോർട്ടും വരുന്നുണ്ട് കേട്ടോ. മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് 1800 nits ആണ്. പിന്നെ HDR പീക്ക് ബ്രൈറ്റ്നസ് 4500 ആണ്. നമ്മൾ HBM എന്ന് പറഞ്ഞ സാധനം നോക്കിയാൽ മതി. HBM എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പുറത്തൊക്കെ വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്ന ബ്രൈറ്റ്നസ്. അത് 1800 ഉണ്ട്. നല്ല നമ്പറാണത്. 6.82 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സെൻസേഷൻ ആൽഫ ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇനി പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് OS Android 15 ആണ് വരുന്നത്. 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ വെർഷനിൽ ഫൺ ടച്ച് OSഉം ചൈനയിലെ ഒറിജിൻ OS ആണ് വരുന്നത് കേട്ടോ. ഒറിജിൻ OS ഇന്ത്യയിൽ വരുന്നില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നങ്ങനെ അപ്ഡേറ്റ് കിട്ടുക. കുറേ പേര് അത് കാത്തിരിക്കുന്നുണ്ട്. ഒറിജിൻ OS വരുന്നില്ല കേട്ടോ. പിന്നെ കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 പ്രൊസറാണ് ഇതിൽ വരുന്നത്. 3 nm വരുന്നതാണ്. പിന്നെ നമുക്കിതിൽ Adreno GPU നോക്കിക്കഴിഞ്ഞാൽ 830 വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. 256 GB 12 GB വരുന്നുണ്ട്. 256 GB 16 GB. അത് ഈ എല്ലാ മോഡലും ഇന്ത്യയിലില്ല. UFS 4.0 ആണ് വരുന്നത്. അല്ലെങ്കിൽ UFS 4.1 2 മോഡൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 50 MP ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൽ മെയിൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക 1.9 അപ്പർച്ചർ വരുന്ന സംഭവമാണ്.
നമുക്ക് OIS-ഉം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടാമത്തെ ടെലിഫോട്ടോ ലെൻസും 50 മെഗാ പിക്സൽ തന്നെയാണ്. പിന്നെ അൾട്രാ വൈഡ് എന്ന് പറയുന്നതും 50 മെഗാ പിക്സൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 8K സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 32 മെഗാ പിക്സലാണ്. നമ്മുടെ പണ്ടത്തെ IQ12 അത് 16 മെഗാ പിക്സലായിരുന്നു കേട്ടോ. അത് അപ്ഗ്രേഡാണ്. പിന്നെ ഇതൊരു ഡൗൺഗ്രേഡ് എന്ന് പറയാനുള്ളത് ഇതിൽ 2x ഉള്ളപ്പോൾ 2x സൂം ഉള്ളൂ ടെലിഫോട്ടോ. നമ്മുടെ IQ12 അത് 3x ഉണ്ടായിരുന്നു. അതൊരു ഡൗൺഗ്രേഡാണ്. പിന്നെ വൈഫൈ സപ്പോർട്ടും ഒക്കെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. 6, 7 ഒക്കെ വരുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ ഡയറക്റ്റ്, ബ്ലൂടൂത്ത് 5.4 ആണ്. ഇങ്ങനത്തെ അല്ല, USB Type-C വരുന്നത് 3.2 ആണ് വരുന്നത്. അതൊക്കെ സൂപ്പറാണ്. അൾട്രാ സോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്, സെൻസറാണ് വരുന്നത്. പിന്നെന്താ, എല്ലാം 120 വാട്ട്സിൻ്റെ വയർ ഫാസ്റ്റിംഗ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ചാർജർ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. നമുക്ക് PD ചാർജിങ് സപ്പോർട്ട് വരുന്ന ചാർജറാണ്. നമുക്കത് അതുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ മാക്ബുക്കോ നമ്മുടെ സാംസങ്ങോ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനവും ചെയ്യാം. പിന്നെ 6150 mAh അല്ല 6000 mAh ഇന്ത്യയിൽ 6000 mAh ബാറ്ററിയാണ്. ഗ്ലോബലി വരുമ്പോൾ 6150 mAh ആണ് കേട്ടോ. ചെറിയൊരു 150 mAh വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് സ്കോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 27, 28. ഞാൻ സ്കോർ നോർമലി റെക്കമെൻഡ് ചെയ്യാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ അത് കിക്ക് ബെഞ്ച് ഒരു എന്താ പറയുക, ഒരു അൽഗോരിതം ബേസ്ഡ് സെറ്റപ്പാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഇതിൽ ഫിംഗർ പ്രിൻ്റിൻ്റെ സ്പീഡ് ഉണ്ടോ ഇത് നല്ല ഫാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഇനീഷ്യൽ സംഭവം നമ്മളിത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലെടുത്ത ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഡിഗ്രി ഫോട്ടോ സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കൊടുക്കാട്ടെ അതിൽ. അപ്പോൾ ഇതിൽ ചെറിയൊരു ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഇതിപ്പോൾ അത് എന്താ, ഇപ്പം ഞാൻ ആകെ ഒരു ലൈറ്റ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചെറിയൊരു എന്താ പറയുക, ഒരു സ്ലോനെസ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഒന്നാമത് ഞാൻ ഓൾറെഡി പറയാം, ഇത് ഫോട്ടോ സെൻട്രിക് ഫോണല്ല. പറയുമ്പോൾ സ്പെക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ബ്രാൻഡ് ആക്ച്വലി ഫോട്ടോ സെൻട്രിക്കിനെ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന അപ്ഡേറ്റ് പുഷ് ചെയ്യുന്ന ഒരു സംഭവം അല്ല. എന്ന് വെച്ചാൽ IQ എന്ന് പറയുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് ഒരു ഫോൺ വേണമെന്നുള്ളൊരു മാത്രം ഇതിലേക്ക് നോക്കിയാൽ മതി. ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യലൊക്കെ നിർത്തിയിട്ടാണ്. ഫേസ്ബുക്കൊന്നും വേണ്ട, അത് നോക്കിയാൽ മതി. ക്യാമറ സെൻട്രിക് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ക്യാമറ മോശമെന്നല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നല്ല സാമ്പിൾ തന്നെയാണ് വരുന്നത്. നല്ല സ്പെക്സൊക്കെ നല്ല 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 എന്താ പറയുക, നമുക്ക് നമ്മൾ പറയില്ലേ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും എടുത്ത് പറയാവുന്നൊരു ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. ഞാനിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് IQ-ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ എന്താ പറയുക IQ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാണ്ട്. പിന്നെ ഇതിൽ ഓൾറെഡി ഇപ്പോൾ കിടക്കുന്നത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q2 കണ്ടോ, അതൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെന്താ അതിൽ സോഫ്റ്റ്വെയർ ഫൺടച്ച് OS 15 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 15 ആണ്. ഇതാ ഉള്ളാട്ടോ. നല്ല എന്താ പറയുക, ഡിസ്പ്ലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഫ്ലാറ്റാണ്, ഭയങ്കര ഫ്ലാറ്റാണ്, കെറിവൊന്നുമില്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന Vivo X200 Proയിലൊക്കെ ചെറിയ നമുക്ക് എല്ലാ സൈഡിലും കെറിവ് വരുന്നില്ല, മൈക്രോ കെറിവിടുന്ന്. ഇത് അതേ സെയിം സൈസ് ഫോൺ തന്നെ, പക്ഷേ കെറിവൊന്നുമില്ല, ഫ്ലാറ്റ് സാധനം. നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊക്കെ, ഗെയിമിങ് ഒക്കെ കിടിലൻ സാധനം ഉണ്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഫുൾ റിവ്യൂവിൽ ചെറുതായിട്ട് കാണിച്ചു തരാം. ഞാൻ നോർമലി അങ്ങനെ ഗെയിം കളിക്കാറില്ല, പക്ഷേ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് ഗെയിമിംഗ് ഫോണാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ, വെറുതെ ലെങ്ത് കൂട്ടണ്ട. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതിലേക്ക് വിളിക്കുന്ന ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.